കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സവാള, ഞാൻ അക്കുവിന് വേണ്ടി മാത്രം, ഇപ്പോൾ ലഞ്ചിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എല്ലാം കുറേശ്ശെ എടുത്തേക്കുന്നത്. പിന്നെ ഇത്തിരി പകുതി പച്ചമുളക്, ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അത് ഇട്ട് നല്ലപോലെ വഴറ്റാം. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തത്. അത് ചെറുതായിട്ട് നൈസായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തതാണ്. ക്യാബേജും കുറച്ച്. ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അത് മസാലപ്പൊടി കുറച്ച് ഞാൻ ഇട്ടുള്ളൂ. ഒരുപാട് സ്പൈസി ആയാൽ കുട്ടിയല്ലേ, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി ഇട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തുള്ളൂ, 2-3 എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുട്ട ആഡ് ചെയ്യാം കേട്ടോ. ഒരു നുള്ള് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ആ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ ഈ മുട്ട ചോറ്. ഇത് ശരിക്കും ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്, അപ്പോൾ അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. എന്നാലും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.